ഇന്ന് രാവിലെ ഒരു 7 മണിയായപ്പോഴേക്കും എൻ്റെ ബോർമയിലെ പണി കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റു, അതുകൊണ്ടാണ്. പിന്നെ അപ്പം ഞാൻ ഓർത്തു ഇന്ന് രാവിലെ തന്നെ കഞ്ഞിയും കറിയും വെച്ച് ഇച്ചൂട്ടിന് ഇന്ന് അങ്കൻവാടിയിൽ ചോറ് കൊടുത്തു വിടണം. അപ്പോൾ രാവിലെ ഞാൻ അരി അടുപ്പത്തിട്ടു. അത് ഞാൻ നേരെ റൈസ് കുക്കറിനകത്തേക്ക് തിളച്ചപ്പോഴേക്കും ഇറക്കി വെച്ചു. കുടിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് റൈസ് കുക്കറിൽ തന്നെ കേട്ടോ കഞ്ഞി വെക്കുന്നത്. അതുകൊണ്ട് ഈ വീട്ടിൽ അടുപ്പുമില്ല. എനിക്കറിയാം അടുപ്പ് ഞാൻ കത്തിക്കാൻ പോകുന്നില്ല എന്ന്. പിന്നെ ഇച്ചിരി ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇച്ചൂട്ടിന് ചോറും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത്, ക്യാരറ്റ് ചെറുതായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ഇതിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അങ്ങനെ ചുമ്മാ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇച്ചൂട്ടിന് സവാള കടിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ മുളക് ഇട്ട് കഴിഞ്ഞാൽ മുളക് കടിച്ചാൽ അത് ഇഷ്ടാവില്ല. അതൊക്കെ കൊണ്ട് അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇച്ചൂട്ടന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ചെറുതായിട്ടായിരുന്നു നമുക്ക് മെഴുക്കുവരട്ടി വെക്കുമോ കൊത്തി എരിഞ്ഞ് തോരൻ വെക്കണമല്ലോ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇച്ചൂട്ടിന് വേണ്ടിയിട്ടാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏട്ടയ്ക്ക് വേണ്ടിയിട്ടൊരു ഓട്സ് പുട്ട് പരീക്ഷണമാണിത്. അപ്പോൾ ഞാൻ ഓട്സ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു. നന്നായിട്ടല്ല, അപ്പോൾ അങ്ങനെ തരിതരി പോലെ ഇരിക്കും. പിന്നെ ലിവർ അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ ഞാനത് കുഴച്ചിട്ടൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതെടുത്തിട്ട് പൊടിക്കണേ. അപ്പോൾ ആദ്യം മാറ്റി വെച്ച പൊടിയും കൂടെ കൂടിയിട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നന്നായിട്ട് കറക്റ്റ് പുട്ടുപൊടിയുടെ രീതിക്ക് തന്നെ ഇരിക്കും കേട്ടോ. യൂട്യൂബിൽ നല്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് നോക്കി ചെയ്താൽ മതി. പുതിയ മിക്സി ആയതുകൊണ്ട് ഭയങ്കര ശ്രദ്ധയാണ്, ഭയങ്കര തുടച്ച് വെക്കലൊക്കെയാണ്. പിന്നെ നമ്മുടെ സാധാരണ പുട്ട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ക്യാരറ്റ് കുറച്ചുള്ളതുകൊണ്ട് ക്യാരറ്റും കൂടെ ഇട്ടങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചു. എല്ലാം കൂടെ കൂടി സെറ്റ് ചെയ്തെടുത്ത് നമ്മുടെ ഓട്സ് പൊടിച്ച് വെച്ചതും കൂടെ കൂടി ഇട്ടിട്ട് സാധാരണ പുട്ടുണ്ടാക്കണ പോലെയാണ്. അപ്പോൾ പൊടിച്ച് കഴിഞ്ഞ് ആ കിർ ആക്കി കഴിയുമ്പോഴേക്കും നന്നായിട്ടാട്ടോ വന്നേക്കുന്നത്. പിന്നെ ഇതേ പുട്ടിന് ആവി വന്നു, നേരെ എടുത്ത് കുത്തുന്നു. ഭയങ്കര പ്രതീക്ഷയോട് കൂടി കുത്തി. പക്ഷേ അത്ര അടിപൊളിയായിട്ട് കുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാട്ടോ. ചൂടോടെ കഴിച്ച് കഴിഞ്ഞാൽ ഡയറ്റല്ല, എല്ലാവർക്കും കഴിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ലിവറൊക്കെ ഫ്രൈ ആയി. കഞ്ഞി വാർത്തിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലൂടെ വിളക്ക് കത്തിച്ച് പെരയടിച്ച് വിളക്കൊക്കെ വെച്ചായിരുന്നു. അതൊന്നും വീഡിയോയിലില്ല കേട്ടോ. പിന്നെ തേച്ചുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുടിക്കാനുള്ള വെള്ളം എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ചോറ് വാർത്ത് നിവർത്തി ചോറെടുത്തിട്ട് അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കിയെടുത്തു കേട്ടോ. എന്നിട്ട് അത് ചോറും പാത്രത്തിനകത്തേക്ക് വെച്ച് കൊടുത്തു. എന്താവും എന്നറിയില്ല. പിന്നെ ലിവറും കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇച്ചൂടിനെ കുളിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ക്രീമൊക്കെ തേച്ച് കൊടുക്കണേ. അതാണെങ്കിൽ സമ്മതിക്കില്ല, കിടന്ന് ഓട്ടമാണേ. ഒരു പ്രകാരത്തിൽ റെഡിയാക്കി സുന്ദരനാക്കി കുറിയൊക്കെ വരപ്പിച്ച് വണ്ടിയിൽ ഇരുത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറാൻ വന്നപ്പോഴേക്കും ആളിറങ്ങി ഓടി. പിന്നെ ഏട്ടൻ ഓടിച്ചിട്ട് പിടിച്ച് വരുന്ന വരവാട്ടെ കാണുന്നത്. അപ്പോൾ ഏട്ടയ്ക്ക് രാവിലെ നേരത്തെ തന്നെ, രാവിലെ അല്ല ഉച്ചയാകുമ്പോഴേക്കെങ്കിലും കാർ വാഷിൽ പോകണം. അതുകൊണ്ട് രാവിലെ തന്നെ ഞാനും ഏട്ടയും കൂടി നേരെ ഹോം സ്റ്റേയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിച്ചൂട്ടനെ വിട്ടിട്ട് ഞാനും ഏട്ടയും നേരെ ഹോം സ്റ്റേയിൽ വന്നു. അപ്പോൾ ഏട്ടയും അകത്ത് ഓരോരോ പണി, ടോയ്ലറ്റ് കഴുകുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അന്നേരം തുടക്കല് പെറുക്കല് പരിപാടികളൊക്കെ ഏറ്റെടുത്തു. അങ്ങനെ ഞാൻ രണ്ടുപേരോട് രണ്ട് വശത്താട്ടോ. രണ്ടുപേരോട് ഒന്നിച്ചാൽ പോകണമെങ്കിലും കാണുന്നില്ല. ഹോം സ്റ്റേയിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് മൂലക്കിലായിരിക്കും. പിന്നെ തിരിച്ച് വന്ന ഏട്ടയെ കുളി കഴിഞ്ഞ് കാർ വാഷിൽ പോയി. ഞാൻ നേരെ കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നങ്ങ് ഉറങ്ങി.